ഹലോ, എല്ലാവർക്കും സ്വാഗതം. 3D ലോകം സിനിമകളിലും ഗെയിംസിലുമൊക്കെ കാണുമ്പോൾ എന്തോ വലിയ സംഭവമായിട്ട് തോന്നാറുണ്ടല്ലേ? എന്നാൽ ഇന്ന് ബ്ലെൻഡർ എന്നൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് ആ ലോകത്തിന്റെ വാതിലൊന്ന് തുറന്നു നോക്കാം. നിങ്ങളുടെ ആദ്യത്തെ ക്ലിക്ക് മുതൽ സ്വന്തമായി ഒരു 3D മോഡൽ ഉണ്ടാക്കുന്നതുവരെ ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന ആ കിടിലൻ 3D ലോകങ്ങൾ, ആ കഥാപാത്രങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്? ആ മാജിക്കിന് പിന്നിലെ രഹസ്യങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്താണ് ഈ 2Dയും 3Dയും തമ്മിലുള്ള വ്യത്യാസം? സിമ്പിളായി പറഞ്ഞാൽ 2D ഒരു ഫോട്ടോ പോലെയാണ്, പരന്നത്. അതിന് ഉയരവും വീതിയും മാത്രമേ ഉള്ളൂ. പക്ഷേ 3D അങ്ങനെയല്ല, അതൊരു ശില്പം പോലെയാണ്. ഉയരവും വീതിയുമല്ലാതെ അതിനൊരു മൂന്നാമത്തെ അളവ് കൂടിയുണ്ട്, ആഴം. അതുകൊണ്ട് തന്നെ നമുക്കതിനെ എല്ലാ വശത്തുനിന്നും കറക്കിയും തിരിച്ചുമൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ 3D? ഈ ലോകം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും രണ്ട് ആശയങ്ങൾ, അല്ലെങ്കിൽ രണ്ട് തൂണുകൾക്ക് മുകളിലാണ്. നമുക്കത് രണ്ടും എന്താണെന്ന് നോക്കാം. ഏതൊരു 3D വസ്തുവിനെയും നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിനൊരു അസ്ഥികൂടം കാണാം, ഒരു വന പോലെ. ഇതിനെയാണ് നമ്മൾ മെഷ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറേ പോയിന്റുകളും അവയെ യോജിപ്പിക്കുന്ന വരകളും ആ വരകൾക്കിടയിലുള്ള പ്രതലങ്ങളും ചേർന്ന ഒരു ഡിജിറ്റൽ വലയാണിത്. നമ്മൾ കാണുന്ന എല്ലാ 3D രൂപങ്ങളുടെയും അടിസ്ഥാനം ഈ മെഷാണ്. 3D ക്രിയേഷൻ മനസ്സിലാക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഉദാഹരണമുണ്ട്. ഇതൊരു കേക്ക് ഉണ്ടാക്കുന്നത് പോലെയാണെന്ന് ചിന്തിച്ചാൽ മതി. മോഡലിംഗ് എന്ന് പറയുന്നത് കേക്കിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്ന പണിയാണ്. അതിനുശേഷം ടെക്സ്ചറിംഗ് വരും. അതാണ് കേക്കിനു മുകളിൽ ഐസിങ്ങും ഡിസൈനുമൊക്കെ കൊടുത്ത് അതിനെ ഭംഗിയാക്കുന്ന പരിപാടി. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? സിമ്പിളാണ്. മോഡലിംഗ് ഒരു വസ്തുവിന് അതിൻ്റെ രൂപം കൊടുക്കുന്നു. ടെക്സ്ചറിംഗ് അതിന് റിയലിസവും ജീവനും നൽകുന്നു. എപ്പോഴും ഓർക്കുക, ഒരു നല്ല മോഡലാണ് എല്ലാത്തിൻ്റെയും അടിത്തറ. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ എത്ര ഭംഗിയുള്ള പെയിന്റ് അടിച്ചിട്ടും കാര്യമില്ല, അല്ലേ? ശരി, തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി കുറച്ച് പ്രാക്ടിക്കലാകാം. നമ്മുടെ ഈ ഡിജിറ്റൽ ലോകത്ത് എങ്ങനെയൊന്ന് ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് നോക്കാം. കാരണം ഒരു വസ്തു ഉണ്ടാക്കുന്നതിന് മുൻപ് അതിനെ എല്ലാ ആംഗിളിൽ നിന്നും കാണാൻ പഠിക്കണമല്ലോ. ഈ 3D ലോകത്തിന് 3 പ്രധാന ദിശകളുണ്ട്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ എക്സ്, വൈ, സെഡ് ആക്സിസ്. എക്സ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടുമുള്ള ചലനം. വൈ മുന്നോട്ടും പിന്നോട്ടുമുള്ള ആഴത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ സെഡ്, അതാണ് മുകളിലേക്കും താഴേക്കുമുള്ള ഉയരം. ഒരു മാപ്പിലെ കോർഡിനേറ്റ്സ് പോലെ. പക്ഷേ ഇവിടെ ഉയരം കൂടിയുണ്ടെന്ന് മാത്രം. ഈ ലോകത്ത് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ 3 സിമ്പിൾ മൂവ്സ് പഠിച്ചാൽ മതി. 1. ഓർബിറ്റ്. മൗസിന്റെ നടുവിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ ഒരു വസ്തുവിന് ചുറ്റും ക്യാമറ കറക്കുന്ന പോലെ നമുക്ക് കറങ്ങാം. 2. പാൻ. ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ഇതേ ബട്ടൺ ഉപയോഗിച്ചാൽ ക്യാമറ ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ നീക്കാം. 3. സൂം. അത് സിമ്പിളാണ്. മൗസിന്റെ സ്ക്രോൾ വീൽ ഉപയോഗിച്ച് അടുത്തേക്കും അകലേക്കും പോകാം. ഓക്കെ, നാവിഗേഷനൊക്കെ സെറ്റായി. ഇനി ഏറ്റവും രസമുള്ള ഭാഗത്തേക്ക് കടക്കാം. ഡിജിറ്റൽ കളിമണ്ണുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങാം. അതെ, നമ്മൾ മോഡലിംഗിന്റെ അടിസ്ഥാന പാഠങ്ങളിലേക്ക് കടക്കുകയാണ്. ബ്ലെൻഡറിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പ്രധാന മോഡുകളുണ്ട്, ഒബ്ജക്റ്റ് മോഡും എഡിറ്റ് മോഡും. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒബ്ജക്റ്റ് മോഡ് എന്ന് പറയുന്നത് ഒരു പ്രതിമയെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത് പോലെയാണ്. നമുക്ക് ഒബ്ജക്റ്റിനെ മൊത്തത്തിൽ നീക്കാനും തിരിക്കാനുമൊക്കെ പറ്റും. എന്നാൽ എഡിറ്റ് മോഡിൽ നമ്മളൊരു ശില്പിയെപ്പോലെയാകും. ആ പ്രതിമയെ കൊത്തിമുനുക്കി അതിന്റെ രൂപത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്താം. മോഡലിംഗിലെ ഒരു സൂപ്പർ പവർ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ടൂളാണ് എക്സ്ട്രൂഡ്. നിലവിലുള്ള ഒരു രൂപത്തിൽ നിന്ന് പുതിയ രൂപങ്ങൾ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സമചതുരത്തിന്റെ മുകൾ ഭാഗം സെലക്ട് ചെയ്ത് മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്താൽ അതൊരു ടവർ പോലെയാകും. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ഷേപ്പുകളെ കോംപ്ലക്സ് ആക്കി മാറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ മെഷ്, അതായത് ആ വല, അതിന് 3 അടിസ്ഥാന ഘടകങ്ങളുണ്ട്. വെർട്ടിസസ് അഥവാ പോയിന്റുകൾ, എഡ്ജസ് അഥവാ ആ പോയിന്റുകളെ യോജിപ്പിക്കുന്ന വരകൾ, പിന്നെ ഫേസസ് അഥവാ ആ വരകൾക്കിടയിലുള്ള പ്രതലങ്ങൾ. സംഭവം ഒരു കണക്ട് ദി ഡോട്ട്സ് ഗെയിം പോലെയാണ്, അല്ലേ? ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? എന്നാൽ നമുക്കൊരു ചെറിയ മേശ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ സംഭവം പിടികിട്ടും.